ഫ്രണ്ടാണ് ആംബ്രാണോ ഞാൻ ഇവിടെ നോക്കും. ഇത് നോക്ക്, ഇന്ന് നമ്മൾ ആംബ്രക്ക് ഒരു അടിപൊളി പ്രാങ്ക് കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ ടപ്പ പറഞ്ഞ സ്പീഡിൽ പറയും, കാരണം ആംബ്ര ഇപ്പൊ എത്തും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്, കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ട്. ആ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ആംബ്രക്ക് പണി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് വീട്ടിലൊരു ടി വി ഉണ്ട്. ഇമ്മന്റെ പണ്ടത്തെ ഒരു ടി വി ആണ്, ഇപ്പൊ അത് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇമ്മയും ഞാനും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് ഇന്ന് ആ ടി വി പൊട്ടിക്കുകയാണ്. ഗൈസ് വെറുതെ പൊട്ടിക്കല്ല, ഞാൻ ആംബ്രോട് പറയും, ആംബ്രോ എന്റെ റൂമിൽ ടി വി ഇന്ന് ഫിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറയട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ആംബ്രോന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടണം. പക്ഷെ ഞാൻ വിചാരിച്ച ആംബ്രോന്റെ കയ്യിൽ നിന്ന് എങ്ങനെ വീണ് പൊട്ടും അവൻക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് നിലത്തിട്ട് പൊട്ടിക്കുക ടി വി, എന്നിട്ട് ഞാൻ ആംബ്രോന്റെ തലയിലേക്കാക്കും. ഓക്കെ, എന്റെ കയ്യിൽ നിന്നാണ് ഇപ്പൊ പൊട്ടി വിചാരിക്കും, എനിക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ കാണാം. എന്നിട്ട് ഞാൻ ആംബ്രോ നീയാണ് പൊട്ടിച്ച പറ. എന്നിട്ട് ഉമ്മ വരും, ഉമ്മ ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഉമ്മ വരും, എന്നിട്ട് ഉമ്മയും ഞാൻ കൂടി ആംബ്രോനെ പറയും എന്താ ആംബ്രോ ഇങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രാങ്ക് ആണ് ചെയ്യുന്നത്. എന്താവുന്ന യാതൊരു ഐഡിയ, ആരെ കയ്യിൽ നിന്ന് യാതൊരു ഐഡിയ. അപ്പൊ ഗൈസ് കാണാം. അപ്പൊ വീഡിയോ പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്താ അറിയോ, ഇവിടെ ഒരു ടി വി ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു, ഉമ്മ പറയുന്നുണ്ട് ആംബ്രോ വന്നാല് ഓനോട് ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറയാന്. അപ്പൊ ഒരു ടി വി ഉണ്ട് എന്റെ റൂമിൽ ഫിറ്റ് ചെയ്യാനാ. എന്റെ റൂമിൽ ടി വി നോർമൽ സൈസ്, ഒരു എനിക്കൊന്ന് 50 ഇഞ്ചിന്റെ സ്റ്റാൻഡ് ഒക്കെ അതിന്മേൽ തന്നെ ഉണ്ട്. കാരണം ഇത് നമ്മൾ ഓൾറെഡി വേറെ സ്ഥലത്ത് ഫിറ്റ് ചെയ്തപ്പോ അവിടെ നിന്ന് ഊരിയിരുന്ന. അപ്പൊ സീൻ എനിക്കറിയില്ലേ, ബാക്കി ഡ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രില്ല് എടുത്ത് വെച്ചാൽ മതി, സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് നേരെ ടി വി ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ പരിപാടിക്ക് പോവാം. എന്റെ റൂം കണ്ടിട്ടില്ലല്ലോ, കുറച്ച് വൃത്തിയേടായി കിടക്കണ്ട. ഒന്ന് തുറന്ന് നോക്കരുത് കേട്ടോ. അല്ല, ടി വി മേലുണ്ട്. ടി വി മേലെ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ടി വി. ഓക്കെ, 50 ഇഞ്ചാണ് തോന്നിട്ടോ. അങ്ങനെ നോക്ക്, അങ്ങനൊന്നും അല്ല. എന്റെ റൂം ആദ്യം കാണുന്നിട്ട് ടി വി എടുക്കാം. റൂം നടക്കുന്നിട്ട് എവിടെ സെറ്റ് ചെയ്യുന്ന നോക്കാം. ദിസ് ഇസ് മൈ റൂം. ക്യാമറനെ കണ്ടിട്ട് ലാസി പേടിച്ചൊളിച്ചിരിക്കുകയാണ്. ലാസിനെ മേടിക്കും, ഫസ്റ്റ് ലാസിനെ മേടിക്കും ഉണ്ടായ ആളാട്ടോ ലാസി. ഇത് വലുതായി, ശരിക്കും വലുതായില്ലേ. ഇന്റെ പ്ലാൻ എന്താ അറിയോ, ഇന്റെ പ്ലാൻ ഇവിടെ വെച്ചാലോ എന്നാണ്. ഇന്റെ ബെഡ് ഇവിടെ ആണ് വരുന്നത്, ബട്ട് ഇവിടെ വെക്കുകയാണെങ്കിൽ അതിന്റെ മേലെ വെക്കേണ്ടി വരും. അവിടെ വെക്കാല്ല, അല്ലെങ്കിൽ ഓ പിന്നാണ് പ്ലഗ് ഇത് കുത്തണ്ടേ, ചുമ്മാ വെച്ചാ മതിയോ? ഇവിടെ വെക്കാം. ഇവിടെ ആകുമ്പോ അവിടെ നിന്ന് കണക്ഷൻ സെറ്റ് ചെയ്താൽ മതിയല്ലോ. അല്ലെ ഇവിടെ ഉണ്ട് എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്താൽ മതി. നല്ല ഓക്കെ, ഇതെടുത്ത് റൂമ് കൊണ്ട് വെച്ചോളൂ. വെയിറ്റ് ഇല്ലല്ലോ, ഇത് അത്ര ഉണ്ടോ? ഓക്കെ, അടച്ചാ കുറച്ചുകൂടി പൊക്കി ഞാൻ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ചാരിങ്ങിരിക്കും. കൊള്ളാട്ടോ, കുറച്ച് ഹൈറ്റിൽ വെക്കേണ്ടി വരും. അത്ര അധികം ഹൈറ്റ് വെച്ച തലവേദന ആവൂലേ. അപ്പൊ അങ്ങനെ നമ്മൾ ടി വി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇനി മുതൽ ആ ടി വി അവിടെ വെച്ചിട്ട് താഴത്തെ എന്റെ ആദ്യത്തെ ഒരു ബെഞ്ചിന് കേട്ടോ, അതും ടേബിൾ കൂടി ഇവിടെ കൊണ്ടുവരുമ്പോ അവിടെ നിൽക്ക് ടേബിൾ കൂടി ഇവിടെ വെച്ചിട്ടാണ് അവിടെ നിന്ന് ചാരി ഇരുന്ന് ഗെയിമും എല്ലാം കളിക്കാം. അല്ലേ, നല്ല സ്ഥലം. കുറച്ച് താത്തിക്കാൻ എന്റെ തല വേദന ആവും. കുറച്ച് ലെഫ്റ്റിലൂടെ പോട്ടെ, അങ്ങനെയല്ല ഇങ്ങനെ തിരിച്ച്, അല്ല റൈറ്റില് തിരിച്ച്, കുറച്ച് റൈറ്റ് മതിയാവുന്ന തോന്നുന്നു. ഇപ്പൊ തൽക്കാലം നമുക്ക് പെണ്ണ് കിട്ടിയില്ല, അതുകൊണ്ട് നമുക്ക് ലിപ് ലൈനർ വെച്ച് നമുക്ക് ചെറിയ ഡോക്ടർ ഈ കളർ യൂസ് ചെയ്യാനാണ്. അല്ല, ഇത് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യാ? അതല്ല അളവ് നോക്കിയേ. കുറച്ച് റൈറ്റില് തിരിയട്ടെ. അവിടെ മതിയോ? ഇങ്ങോട്ടോ പോരെ, അധികം ബുക്കൊന്നും വേണ്ടല്ലോ, അതാണ് നല്ലത്. എങ്ങനെ മാർക്ക് ചെയ്യാ? എവിടെ മാർക്ക്? ഇത് സപ്പോർട്ട് ചെയ്യാൻ സൈഡ് പിടിക്കുക, എന്നാലേ ഉള്ളൂ. നടുവ് താത്തി പിടിക്കും.
അങ്ങനെ പിടിച്ചോ. എന്നിട്ട് ഓ ഒന്ന് പിടിച്ചോ. ഒന്ന് ഞാൻ പിടിക്കാം. നീ മാർക്ക് ചെയ്തോ. മര്യാദ പിടിക്കാന്ന് പറഞ്ഞതാ. ഞാനല്ല, നീ തന്നെയാ. ചെറുതായിട്ട് കൊണ്ടിട്ടു. അത് ശരി. വീഡിയോയില് കിട്ടണ കേട്ടോ സാധനം. വീഡിയോ കണ്ടാ അറിയാം നീ ആണ് പൊട്ടിച്ചിരുന്നു. ഫുള്ള് പറഞ്ഞാല് ഫുള്ള് പൊട്ടിട്ടാ. ഹലോ, ഈ വീഡിയോ പറഞ്ഞ സാധനത്തിലേക്ക് തെളിവാണ് നീയാണ് പൊട്ടിച്ചെന്ന്. മസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പിടിക്കാനും കഴിയണം. മനസ്സിലായോ? ഇത് ചെറിയ നോക്കി ഇത്ര ഉള്ള വെയിറ്റ് സാധനം പിടിക്കാൻ കഴിയൂല. അപ്പൊ നിന്നോടല്ല ഞാൻ പിടിക്കാൻ. ഇത് നോക്കി ഉമ്മന്റെ ടി.വി ആണ്. ഇന്റെ ഫോണോ ലാപ്ടോപ്പ് അങ്ങനത്തെ വല്ലാണ് കുഴപ്പമില്ല. ഇത് ഉമ്മനോട് നീ പറഞ്ഞോണ്ട് കേട്ടോ. ഉമ്മനോട് നോക്കി ഇവന്റെ ചുമര ഫുള്ള് അവന് കേടാക്കി. നോക്കി നീ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അറിയില്ലാന്ന് നിനക്ക് അറിയില്ല എനിക്ക് മനസ്സിലായി. കാരണം ആദ്യം വേറെ സാധനം സ്ക്രൂ ഒക്കെ ചെയ്യേണ്ടത്. അതുപോലെ നീ എവിടെ ചോദിച്ചു. നീ ഇത് ഈ സാധനം എവിടെ കൊണ്ട് ഹാങ് ചെയ്തിടൂ. ഈ സാധനം ആദ്യം ഇവിടെ ഒരു സാധനം ഉണ്ട്, അതാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ എനിക്ക് അറിയില്ല. എന്നിട്ടാണ് പടച്ചോനെ ആംബ്രോന് അറിയാതെ വീണു പോയി ടി വി. ആംബ്രോന്റെ അറിയാതെ ഒന്ന് ടി വി വീണു പോയി. വീഡിയോ തെളിവാണ് ആംബ്രോടെ ഞാൻ എപ്പോഴും എടുക്കുന്നത്. നീ പറയുന്ന കള്ളത്തിനാണ് അറിയില്ല. നിങ്ങളല്ലേ പറഞ്ഞ ആംബ്രനെ വരുമ്പോ ആംബ്രനോട് ഫിറ്റ് ചെയ്യിപ്പിക്കാന്ന്. ഇല്ല മോനക്ക് അറിയാം, നിന്നോട് മോൻ അറിയാന്ന് പറഞ്ഞത്. അറിയില്ല അതിന്റെ അല്ലല്ലോ, ഇത് മേളി വെച്ച് തെന്നി താഴ്ത്തി വീണു. നിന്റെ വീണത് എന്റെ നല്ലമ്മ ഓന്റെ വീണത്. ഓൻ പറഞ്ഞു ഓന്റെ ആദ്യം ടി വി പോയില്ലേ. പക്ഷെ ഓന്റെ നാളിൽ വീണേ അത് ആംബ്രോ മേടിച്ചു. LED TV ആദ്യമായി ആംബ്രോ ഇങ്ങനെ നിങ്ങൾ കണ്ടാണല്ലോ ആംബ്രോന്റെ നാളെ ഇത് വീണത്. വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഇത് സാധനം പോയില്ലേ. ആംബ്രോക്ക് അറിയാത്ത കാര്യം ഓ പറഞ്ഞോ എന്നെ എല്ലാന്ന്. ആവശ്യമുണ്ടോ എനിക്ക് നന്നാലൊക്കെ ഫിറ്റ് ചെയ്തൂടെ. രണ്ടുപേരും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പിടിച്ചോ, ഞാൻ അത് മാർക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ചിട്ട് നേരെ താഴത്തോട്ട് എന്തായാലും ആംബ്രോ TV വാങ്ങി തന്നാട്ടെ. നിനക്ക് ഇങ്ങനെ ഇത് പറ്റില്ല. എനിക്ക് മസിൽ ഉണ്ട് ചേച്ചി, എല്ലാം കഴിയുമെന്ന് നീ വിചാരിക്കരുത് ടാംബ്രോ. മനസ്സിലായോ? ഞാനല്ല നീയാണ്. ടി വി പൊട്ടിച്ചത് പോരാ, അതിന്റെ പീസ് ഒട്ടിക്കാനെങ്കിൽ നോക്കാം. അതൊന്നും കഷ്ണം പൊട്ടിക്കുക. നീ ഒട്ടിച്ചിട്ട് കാര്യമില്ല. ഇത് നോക്ക്, ബ്ലാക്ക് ആയതുകൊണ്ട് എങ്ങനെ മനസ്സിലായിട്ടാ നോക്കിയേ ഒക്കെ നശിപ്പിച്ചിട്ട് അടിയൊക്കെ പോകുന്നു. എന്തെങ്കിലും പറ്റും കണ്ടമ്മന്റെ കാല് നീ കാരണാണ് പോകുന്നത്. എന്ത് പറഞ്ഞിട്ടോ മിണ്ടുന്നില്ല ആംബ്രോ. അമ്മ എല്ലാവർക്കും പറ്റും, ക്ഷമിച്ചേക്കുമ്മ. എല്ലാവർക്കും പറ്റൂലേ? എല്ലാവർക്കും പറ്റുന്ന ഇത് വലിയ വില ഓനക്ക് അറിയുന്ന പറഞ്ഞോണ്ടല്ലേ ആ സീന് പോട്ടെ. എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക്. ഇവൻ ഇത്ര കാലം ഇവിടെ വന്ന ഒന്നും ഇല്ല. നോക്കൂ ഓൻ അറിയാതായി പോയതാണ്. ആംബ്രോ ഈ TV ഉറപ്പല്ലേ? ഇത് ഇമ്മന്റെ പഴയ TV നമ്മള് യൂസ് ചെയ്യാത്ത TV. അച്ചട
ചുവപ്പ് കളറ് കണ്ട് ഞാൻ ഭയങ്കര സ്ട്രോങ്ങിൽ സംസാരിച്ചല്ലോ.